പ്രേക്ഷകരെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയുന്ന മാധ്യമമായാണ് സിനിമയെ പലരും കണക്കാക്കുന്നത്. സിനിമയുടെ മേക്കിങ്ങും അതിലൂടെ പറയുന്ന രാഷ്ട്രീയവുമെല്ലാം പ്രേക്ഷകരെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോവിഡിന് ശേഷം ഓരോ സിനിമയിലെയും പൊളിറ്റിക്കല് കറക്റ്റ്നസ് പ്രേക്ഷകര് ഇഴകീറി പരിശോധിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പുതിയ സിനിമകളിൽ മാത്രമല്ല, പഴയകാല സിനിമകളിലെയും പൊളിറ്റിക്കലി ഇൻകറക്റ്റായ സീനുകളെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും വീഡിയോകളും വൈറലായിരിക്കുകയാണ്. അത്തരത്തില് പഴയകാല ചിത്രമായ എക്സ്ക്യൂസ് മീ ഏത് കോളേജിലാ എന്ന ചിത്രത്തിലെ കോമഡി രംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാവിഷയം. മോഹൻരൂപ് സംവിധാനം ചെയ്ത് 1996 പുറത്തിറങ്ങിയ ചിത്രത്തില് ഇന്ദ്രൻസ് അവതരിപ്പിച്ച സെക്രട്ടറിയുടെ കഥാപാത്രത്തെ കാണാന് കുറച്ച് സ്ത്രീകൾ എത്തുന്ന രംഗമാണ് ചർച്ചയായത്. കൂട്ടബലാത്സംഗത്തിന് ഇരയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാമെന്ന് പറയുന്ന ഇന്ദ്രൻസിന്റെ കഥാപാത്രം പിന്നീട് പറയുന്ന ഡയലോഗുകൾ അറപ്പുളവാക്കുന്നതാണ്. എത്ര വയസ്സായി എന്ന് ഇന്ദ്രൻസിന്റെ കഥാപാത്രം ആ പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ 14 എന്നാണ് മറുപടി പറയുന്നത്. ഇത്രയും ചെറിയ പ്രായത്തില് ഇതുപോലൊരു ദുരവസ്ഥ നേരിടേണ്ടി വന്നതില് ഞങ്ങളുടെ പാർട്ടി ഖേദിക്കുന്നു എന്ന് പറയുന്നുണ്ട്. 10-30 പേര് ചേർന്നാണ് ഈ ക്രൂരത കാണിച്ചതെന്ന് പെൺകുട്ടിയുടെ അമ്മ പറയുമ്പോൾ 10-30 പേരുണ്ടോ, കോളടിച്ചില്ലേ, രൂപ 40,000 കിട്ടാനു പോകുന്നത് എന്നാണ് ഇന്ദ്രൻസിന്റെ കഥാപാത്രം പറയുന്ന ഡയലോഗ്. ഇതേ സീനില് വയസ്സായ ഒരു സ്ത്രീ ഇന്ദ്രൻസിനോട്, നേതാവേ, എന്റെ ചെറുപ്പകാലത്ത് 2 പേര് എന്നെ ബലാത്സംഗം ചെയ്തിരുന്നു, അതിന്റെ പേരില് എനിക്കും 40,000 കിട്ടാന് വല്ല വകുപ്പുമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സംവിധായകനും എഴുത്തുകാരനും ഒരുപോലെ അധപതിച്ച ഡയലോഗെന്നേ ഇതിനെ വിശേഷിപ്പിക്കാനാകുള്ളൂവെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഇതിനു മുമ്പുള്ള സീനില് പീഡക്കേസിലെ പ്രതികള് ഇന്ദ്രൻസിന്റെ കഥാപാത്രത്തെ കാണാനു വരുന്നുണ്ട്. അവരോട് അമേരിക്കയിലെല്ലാം ചായ കുടിക്കുന്നതുപോലെയാണ് പീഡനങ്ങള്, ഇന്ത്യയിൽ മാത്രമാണ് ഇത് വലിയ പ്രശ്നം എന്നും പറയുന്നുണ്ട്. റേപ്പിനെ ഇത്ര നിസാരവത്കരിച്ചുകൊണ്ടുള്ള ഡയലോഗ് എഴുതാന് എഴുത്തുകാരനെങ്ങനെ തോന്നിയെന്നാണ് പലരും ചോദിക്കുന്നത്. മലയാള സിനിമയില് ഇത്രയ്ക്ക് അറപ്പു തോന്നുന്ന സീന് വേറെയില്ലെന്നും ചിലര് അഭിപ്രായപ്പെടുന്നു. പുതിയ കാലത്തെ സിനിമകള് കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്ന് പറയുന്ന കാരണവന്മാര് ഇങ്ങനെയുള്ള സിനിമകളാണ് കണ്ടുവളർന്നത്. അതില് കുഴപ്പമില്ല, പഴയകാല സിനിമകളിലെ ശുദ്ധഹാസ്യമായിരിക്കും ഇത്. ഈ ഡയലോഗ് എഴുതിയവനെ പിടിച്ച് അകത്തിടാന് വല്ല വകുപ്പുമുണ്ടോ? 30 വർഷത്തിനു ശേഷം ഈ ഡയലോഗും അത് എഴുതിയ ആളും എയറിൽ കയറി എന്നിങ്ങനെയാണ് മറ്റ് കമന്റുകൾ.